മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ മിസ്റ്ററി ഏഞ്ചൽസിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചും അതിൻ്റെ മുഖവരിയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഈ ഹൈറാർക്കി, അധികാര ശ്രേണി, സ്ഥാനക്രമം, ആധിപത്യം എന്നൊക്കെ പറയുന്ന വാക്കാണ് ഹൈറാർക്കിക്ക് ഉപയോഗിക്കുക. ആധിപത്യമല്ല, അധികാര ശ്രേണി അല്ലെങ്കിൽ സ്ഥാനക്രമം. ഈ ഹൈറാർക്കിയാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന ഏഞ്ചൽസിൻ്റെ. ദൂതന്മാരുടെ ഹൈറാർക്കി. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ബൈബിളിൽ നമ്മൾ പഠിക്കുന്ന സഭയ്ക്ക് 5-fold മിനിസ്ട്രി, 5 ടൈപ്പ് ശുശ്രൂഷകളുണ്ടല്ലോ. അപ്പോസ്റ്റലന്മാരായിട്ട്, പ്രവാചകന്മാരായിട്ട്, സുവിശേഷകന്മാരായിട്ട്, പാസ്റ്റേഴ്സായിട്ട്, ഇടയന്മാരായിട്ട്, അതുപോലെ ടീച്ചേഴ്സായിട്ട്, ഇങ്ങനെയുള്ള 5 ശുശ്രൂഷകളുള്ളതുപോലെ തന്നെ ഇവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഉണ്ട്. ആർക്കാണ്? ഈ ദൂതന്മാർക്ക്. അത് വേറെ രീതി പറഞ്ഞാൽ ദൂതൻ എന്നാണ് എല്ലാവരെയും പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടേഴ്സ് എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൽ തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻ അല്ലേ. ENT ഉണ്ട്, ഡെൻറ്റിസ്റ്റ് ഉണ്ട്, ഗൈനോ ഉണ്ട്, പീഡിയാട്രീഷ്യൻ ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെയും ഏഞ്ചൽസിൻ്റെ ഓപ്പറേഷൻസിനകത്ത് എല്ലാം ഡിഫറൻസ് ഉണ്ട്. അവരുടെ ഈ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ അധികാരത്തിനകത്ത്, സ്ഥാനക്രമത്തിനകത്തും വ്യത്യാസമുണ്ട്. ഓൾ ഏഞ്ചൽസ് ആർ നോട്ട് സെയിം. എല്ലാ ഏഞ്ചൽസും ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഓരോരുത്തരെയും ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ ഏഞ്ചൽസിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അതനുസരിച്ചാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ എടുക്കുമ്പോഴേ 3 ഗ്രൂപ്പ് ഏഞ്ചൽസാണുള്ളത്. 3 ഗ്രൂപ്പ്. ചില 3 ലെവലിലുള്ള അല്ലെങ്കിൽ അവരെ ഉള്ള ഹൈറാർക്കി അല്ലെങ്കിൽ അധികാര ക്രമം, ആ 3 രീതിയിലുള്ള സ്ഥാനക്രമങ്ങളാണുള്ളത്. എന്നുവെച്ചാൽ അതെല്ലാം കൂടെ 3 ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ ആ പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ 3 ഹെഡിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാതെ. നമ്മളത് ആ പിക്ചറാണ് ഇനി അടുത്ത 2 എപ്പിസോഡിലെ ഈ പിക്ചറാണ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഈ പിക്ചറിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ആദ്യം നടുക്ക് വരച്ചിരിക്കുന്നത് ദ ത്രോൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സിംഹാസനം ആണ് എന്ന്. ഞാനിത് ഒരു അസംഷനി വരച്ചു വെച്ചിരിക്കുന്ന, ഇങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഒരു അസംഷനകത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നടുക്കുള്ളത് ദ ത്രോൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സിംഹാസനം. ദൈവത്തിൻ്റെ സിംഹാസനത്തിനകത്തൊന്നും ഈ ദൂതന്മാർക്കൊന്നും എത്താനൊന്നും പറ്റത്തില്ല. ദൈവം ആർക്കും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. ഈ ദൂതന്മാരൊക്കെ പിന്നെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അരികിലാണുള്ളത്. എന്നുവെച്ചാൽ ദ ഗ്ലോറി ഓഫ് ഗോഡ് അവിടെയാണ്. നമ്മളതിലേക്ക് വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പറയും. നിങ്ങളതിൽ കാണുന്ന പോലെ ആദ്യം ആ ത്രോൺ ഓഫ് ഗോഡിൻ്റെ ഏറ്റവും ദൈവത്തിന് അടുത്തിരിക്കുന്ന ദൂതന്മാരാണ്. 3 ഗ്രൂപ്പാണ്. സെറാഫുകളെ, കെറൂബീം, കെരൂബുകളെ, ത്രോൺസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നുള്ളതാണ്, ആധിപത്യം എന്നുള്ളൊരു മീനിങ് ആണ്. അതൊരു ക്രീച്ചറാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പേരിൽ പറയുന്നത്, ഒരു ജീവി. സെറാഫീം, ചെറൂബീം ആൻഡ് ത്രോൺസ്. അന്നേരം ഇങ്ങനെയുള്ള 3 പേര് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കുറച്ച് അടുത്താണ്. അവരുടെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക, വർഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ആരാധിക്കുക. ആദ്യത്തെ ഗ്രൂപ്പാണത്. രണ്ടാമത്തെ ഗ്രൂപ്പ് കുറച്ചുകൂടെ അകന്നാണ്. കുറച്ചുകൂടെ അകന്നെന്ന് പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒരു റെലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ദ റെലം ഓഫ് എവർലാസ്റ്റിംഗ്. ആ റെലത്തിൽ നിന്നാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ റെലം കഴിഞ്ഞിട്ടുള്ളതാണ് ദ റെലം ഓഫ് എവർലാസ്റ്റിംഗ്. അതുള്ളത് അടുത്ത ഗ്രൂപ്പിലുള്ളത് ഡൊമിനിയൻ, വാഴ്ചകൾ എന്നൊക്കെ പറയല്ലേ, അധികാരം എന്നൊക്കെ, വാഴ്ചകൾ, അധികാരം എന്നൊക്കെ നമ്മൾ പറയുന്ന ഡൊമിനിയൻ, അതാണത്. പിന്നെ വിർച്യൂസ്, ഇതിൻ്റെയൊക്കെ മലയാളം ഞാൻ പറയാം. വിർച്യൂസ് എന്ന് പറയുമ്പോൾ അത് വേറൊരു പറഞ്ഞ സദ്ഗുണങ്ങൾ എന്നൊക്കെ പറയുന്നൊരു മീനിങ് ആണത്. പവേഴ്സ് എന്ന് പറഞ്ഞാൽ അധികാരം. ഇതാണ് അടുത്ത സ്റ്റേജിലുള്ള ഡൊമിനിയൻ, വിർച്യൂസ് ആൻഡ് പവേഴ്സ്.
ഇങ്ങനെ 3 ഗ്രൂപ്പാണ് അടുത്ത സെക്കൻഡ് ലെവലിലുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഈ ലോകത്തെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ കോസ്മോസ് മുഴുവൻ, ഈ ലോകത്തിലെ നമ്മൾ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ക്രിയേഷനെ മുഴുവൻ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന പോലെ നമ്മളിപ്പം സൂര്യനും അതുമായിട്ട് ചേർന്നുള്ള മിൽക്കി വേയും ഒക്കെ നമുക്കറിയാവും. എന്നാൽ ഇതിനൊക്കെ ഒരുപാട് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് മിൽക്കി വേ പോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം വാച്ച് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഈ ഡൊമിനിയൻ വിർച്യൂസ് ആൻഡ് പവേഴ്സിന് കൊടുത്തിരിക്കുകയാണ്. അത് അവിടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സംഭവമാണ്, അതിൻ്റെ അടുത്ത ലെയറിലേക്ക് വരുന്നതാണ് പ്രിൻസിപ്പാലിറ്റീസ്, ആർക്കേഞ്ചൽസ് ആൻഡ് ഗാർഡിയൻസ്. ഗാർഡിയൻ ഏഞ്ചൽസ്, ഈ 3 ടൈപ്പ്: പ്രിൻസിപ്പാലിറ്റീസ്, ആർക്കേഞ്ചൽസ് ആൻഡ് ഗാർഡിയൻ ഏഞ്ചൽ. ഇവർ 3 പേരും അടുത്ത ലെവലിലുള്ളവരാണ്. അവരുടെ പ്രധാന ഉത്തരവാദിത്വമാണ് ടു ഹെൽപ്പ് ആൻഡ് ഫൈറ്റ് ഫോർ അസ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏറ്റെടുത്തിട്ട് നമുക്ക് വേണ്ടി സഹായിക്കുകയും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വേറൊരു രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഗോഡ് ഈസ് 3 ഡയമെൻഷണൽ. ദൈവം ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് അല്ലേ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാൻ ഈസ് സ്പിരിറ്റ്, സോൾ ആൻഡ് ലിവിങ്. സ്പിരിറ്റും സോളും ഒരു ബോഡിയിൽ ഇരിക്കുന്നു, അതാണ് മനുഷ്യൻ. ഇവിടെ ഇതുപോലെ തന്നെ ഇന്നർ കോട്ട്, ഔട്ടർ കോട്ട്, ഹോളി ഓഫ് ഹോളീസ് എന്നൊക്കെ പറയാം. ഈ 3 ഭയങ്കര പ്രാധാന്യമാണ് ബൈബിളിൽ. എനിക്കറിയത്തില്ല എന്താ കാര്യമെന്ന്. 3 ഭയങ്കര പ്രാധാന്യമാണ്. യേശുക്രിസ്തു ദൈവം തന്നെ അഡ്രസ്സ് ചെയ്യുമ്പം പറയുന്നത് എന്താണ്? അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. എന്തേ പിന്നെ ബാക്കിയുള്ള തലമുറകൾ ഉണ്ടായിരുന്നല്ലോ പറയാം. 3 പേരുടെ മാത്രം എന്ത് പറയുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ഒരു തിങ്കിങ്. എന്താണ് നിങ്ങൾ തന്നെ തിങ്ക് ചെയ്ത് അതിൻ്റെ താഴെ ആ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം എന്താ ഈ 3 എക്സ്പെക്റ്റ് ചെയ്ത് പറയുന്നത്? എല്ലാത്തിനകത്തും 3 കാണുന്നുണ്ടല്ലോ. ഇതുപോലെ ആത്മാവിൻ്റെ ഫലത്തിനകത്തും ദാനങ്ങളിൽ പറയുന്നുണ്ട് പവർ, റെവലേഷൻ ആൻഡ് വാക്ക്. ഈ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണുന്നത് ആർക്കേഞ്ചൽ എന്ന് പറയുന്നത് ഈ 3rd ഹൈറാർക്കിയിലുള്ള സെക്കൻഡ് ലോവസ്റ്റ് ആണ്. ഈ ആർക്കേഞ്ചൽ എന്ന് പറഞ്ഞാൽ വലിയ ആളല്ല. ഹൈറാർക്കി വരുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന സാറാഫും കെറൂബും ത്രോൺസും ഒക്കെയാണ്. ഈ ആർക്കേഞ്ചൽ എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ലെവലിലുള്ളതാണ്. അത് ഭൂമിയുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും അങ്ങനെ വരുന്നത്. ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്നതിനാണ് ഹയസ്റ്റ് റാങ്ക് അല്ലേ? ഭൂമിയുമായിട്ട് ചേർന്നിരിക്കുന്നതിനാണ് ലോവർ റാങ്ക്. അത് ഏഞ്ചൽസ് ക്ലോസർ ടു ഗോഡ് ഈസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ എർത്തിലി മാറ്റേഴ്സ്. അപ്പോൾ ഈ ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്നതൊന്നും ഭൂമിയിലുള്ള കാര്യങ്ങളിൽ അധികം തലയിടത്തില്ല. എന്ന് പറഞ്ഞാൽ സെറാഫീമും കെറൂബും ഒന്നും തന്നെ ഭൂമിയിലെ കാര്യങ്ങളിലൊന്നും അധികം തലയിടത്തില്ല. ഇനി ഓരോരുത്തരുടെ ഫങ്ഷനാലിറ്റിയെക്കുറിച്ച് പറയാം. നമ്മൾ ഇന്ന് തീർന്നില്ലെങ്കിൽ ഒരു അടുത്ത എപ്പിസോഡ് എടുത്ത് നമുക്ക് തീർക്കാം. ഈ ഓരോ ഫങ്ഷനാലിറ്റീസും നമുക്ക് പറയണം, ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് പറയണോ. സാറാഫുകൾ എന്ന് പറയുന്നു. അവർ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവരാണ്. അവർ ദൈവത്തിൻ്റെ സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അവരുടെ പേര് തന്നെ ബേണിംഗ് ഓൺ, കത്തുന്നത് എന്നാണ് അർത്ഥം. ഏഞ്ചൽസ് ഓഫ് ഫയർ എന്നാണ് അവർ പറയുന്നത്. ബെൻറ്റിങ് ഓൺ അവർ പറയുന്നത് അങ്ങനെയുള്ളതാണ് ഏഞ്ചൽസ് ഓഫ് ഫയർ. ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. ദൈവം ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് അവർ ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലെ സാറാഫുകളുടെ കാര്യം പറയുന്നുണ്ട്. നമുക്കറിയാവുന്നവരും അല്ലേ? ഒരു ദർശനത്തിൽ കണ്ട കാര്യം. അവർക്ക് 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു. അങ്ങനെ എഴുതിയേക്കുന്നത് യെശയ്യാവ് 6-നകത്ത്. അവർക്ക് 6 ചിറകുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അവർ എന്തിനാ ഈ കാലും മുഖമൊക്കെ മൂടുന്നത്? കാരണം ദൈവത്തിൻ്റെ ഗ്ലോറിയിലാണ് അവർ പറക്കുന്നത്. അവർക്ക് ചിറകൊക്കെ ഉണ്ട് പറക്കാനായിട്ട്. അവർ ദൈവത്തിൻ്റെ ഗ്ലോറിയിലാണ് മൂവ് ചെയ്യുന്നത്.
അതുകൊണ്ട് അവരുടെ പാദം പോലും അവരുടെ മുഖം പോലും അവർ അൺഹോളി ആയിട്ട് തിങ്ക് ചെയ്തു. എന്നിട്ട് ദൈവം എത്ര പരിശുദ്ധനാണ്. ആൾവേസ് ഫ്ലൈ. അവരെപ്പോഴും ഇങ്ങനെ അവൻ്റെ ഗ്ലോറിയിൽ ഇങ്ങനെ പറക്കുകയാണ്. അതുകൊണ്ട് ഈ ഫയർ എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴേ, ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേ ഈ അഗ്നി ഇറങ്ങും നമ്മുടെ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് ഈ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വർഷിപ്പ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരണം. യെശയ്യാവ് 6 അവിടെയും ഉണ്ട്, അഗ്നിയുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ അറിയാം. കനലിലെ കൊടിലുകൊണ്ട് കനലിൽ നിന്ന് അഗ്നി അതെടുത്തിട്ട് നാവിൽ തൊടുവിച്ച കാര്യം പറയുന്നുണ്ട്. സോ വർഷിപ്പിൽ സംഭവിക്കേണ്ടത് തീ ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ യെശയ്യാവ് ആരാധിച്ചപ്പോഴേ തീ ഇറങ്ങി. നമ്മുടെ ആരാധനകളിൽ തീ ഇറങ്ങണം. ആരുടെയൊക്കെ ആരാധന തീ ഇറങ്ങുന്നെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് ജീവിതത്തിൽ ഡെലിവറൻസ് വരുന്നത്. ഞാൻ വേറൊരു മേഖലയിലേക്ക് പോവുകയാണ്. ജീവിതത്തിൽ ഡെലിവറൻസ് വരുന്ന അവിടെയാണ്. ശരിക്കും അവിടെ സെറാഫീമും കെറൂബും ഒന്നും തീയൊന്നും കൊണ്ടുവരുന്നില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുകയാണ്. ആരാധനയിൽ അഗ്നി ഇറങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം, ആ ഗ്ലോറിയിൽ കൂടി ആ ഫയർ വരുമ്പോഴേ ആ ഫയറിലാണ് നമ്മുടെ ഡെലിവറൻസ് വരുന്നത് നമ്മൾ മറന്നു പോയത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ സെറാഫീം, അവർ ദൈവത്തിൻ്റെ ക്ലോസറായിട്ടിരിക്കുകയാണ്. അവർ പോലും ഞാൻ അൺഹോളി ആണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ദൈവമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ. ഐ ഡോണ്ട് നോ അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. അതുകൊണ്ട് സെറാഫീം ദൈവത്തിൻ്റെ സിംഹാസനത്തിനടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പാട്ടുപാടി വർഷിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ തീയുണ്ട്. വർഷിപ്പ് ചെയ്യുമ്പോഴേ, ദൈവസേനയിൽ പാട്ടുപാടുമ്പോഴേ തീയുണ്ട്. കഴിഞ്ഞ ഫസ്റ്റ് സൺഡേയിലെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങുന്ന അവിടെയാണ്. യെസ്, നമ്മുടെ ജീവിതങ്ങളിലെ ദൈവത്തിൻ്റെ പ്രസൻസ് വേണം. പ്രസൻസ് ഇറങ്ങണം. ആ തീ ഇറങ്ങണം. തീ കത്തി ചാമ്പലാക്കണം. ഒരു പാട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഓ കർത്താവേ നിൻ്റെ തീ ഇറങ്ങണമേ, എൻ്റെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ എന്ന് പറയുന്ന പാട്ട്. യെസ്, തീ ഇറങ്ങി നമ്മളെ റിഫൈൻ ചെയ്യുമ്പോഴേ, നമ്മുടെ അശുദ്ധിയെല്ലാം മാറി അനുസരണ മനോഭാവത്തിലേക്ക് വരുമ്പോഴേ അവിടെ ദൈവത്തിൻ്റെ മഹത്വം കാണുകയാണ്. മഹത്വം കാണുക മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങളെ, നിരാശകളെ, വേദനകളെ, രോഗങ്ങളെ എല്ലാറ്റിലും വലിയൊരു ഡെലിവറൻസ് വന്നു ചേരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആത്മാവിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണുന്ന അനുഭവമായി നമ്മുടെ ആരാധന തീരണം. വെറുതെ പോയി എന്തെങ്കിലും വായിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു പ്രേയേഴ്സ് അല്ല ആരാധന. ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പകരുക, അതാണ് ആരാധന. ഹന്ന ചുണ്ടനങ്ങി, എന്താണെന്നറിയത്തില്ല. ഏലി പറഞ്ഞു, നീ മദ്യപിച്ചിട്ടുണ്ടോ? നിന്റെ മദ്യം ഇറങ്ങട്ടെ. ഹൃദയം പകരുകയായിരുന്നു ദൈവസന്നിധിയിലേക്ക്. ഹൃദയം പകർന്നപ്പോൾ എന്താ സംഭവിച്ചത്? ശമൂവേൽ വന്നു. ഇതാണ് നമുക്ക് ആവശ്യമെന്ന്. ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ ഈ സെറാഫിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാനങ്ങ് ഇമോഷണൽ ആകുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. യെശയ്യാവ് 6 പറയുന്ന പോലെ ഈ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് യെശയ്യാവ് 6 പറയുന്ന ഒരു മിഷൻ വരുന്നത്. ഒരു മിഷൻ അവിടെ വരികയാണ്. ആരെയും ഞാൻ നീ അയക്കേണ്ടു, 6 നമുക്കായി പോയിടും, അടിയനെ അയക്കണമേ. കാരണം എന്താണ്? കനൽ കൊണ്ടുവന്ന് എൻ്റെ വായിന്മേൽ തൊടുവിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവ് വരുന്നത്
കനൽ നമ്മളിലേക്ക് വരുമ്പോഴാണ്, ആരാധനയിൽ നമ്മളെക്കുറിച്ചുള്ള കുറവുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മിഷനിലേക്ക്, നമ്മുടെ പർപ്പസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏഞ്ചൽസിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ പർപ്പസിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഈ പർപ്പസിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ പർപ്പസ് നമ്മൾ റിവീൽ ചെയ്യുമ്പോൾ മാത്രമേ ഈ ദൂതന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ ഫ്രീഡമുള്ളൂ, പ്രവർത്തിക്കാനുള്ള അധികാരമുള്ളൂ. അവർ ഏഞ്ചൽസ് ആർ ലൈറ്റ്, അവർ പ്രകാശമാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം മാത്രമേ അവർ പ്രവർത്തിക്കുള്ളൂ. ഹല്ലേലൂയ. അടുത്ത ഗ്രൂപ്പാണ് കെരൂബിസ്. ദേ ആർ ഗാർഡിയൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്, കമ്മ്യൂണിക്കേറ്റിംഗ് ദ ട്രൂത്ത് ഓഫ്, ദൈവത്തിൻ്റെ സത്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്, അവർ ദൈവത്തിൻ്റെ സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അവർ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുന്നവരാണ്. എഹെസ്കേൽ 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഞാനത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അത് വായിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരുന്നു. എഹെസ്കേൽ 1-ന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ്? കെരൂബുകളെ കുറിച്ച് പറയുന്നുണ്ട്. 4 മുഖം, 4 വിങ്, 4 ചിറകുകൾ, 4 മുഖം. ആ മുഖത്തിൻ്റെ പ്രത്യേകതയൊക്കെ പറയുന്നുണ്ട്. മനുഷ്യനെ പോലുള്ള മുഖം, ലയണിനെ പോലുള്ള മുഖം, ഈഗിൾ കഴുകനെ പോലുള്ള മുഖം, ഓക്സ് കാളയെ പോലുള്ള മുഖം, എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. ആ മുഖങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഓരോന്നും എവരി 2, ഓരോന്ന് തിരിക്കുമ്പോൾ മറ്റേ മുഖം കാണാനായിട്ട് പറ്റും. 4 ഭാഗത്തും ചിറകിൻ്റെ കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു. അതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാനതിന് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. ആർക്ക് ഓഫ് കവനൻറ്റ്, അതിൻ്റെ മേളിൽ സമാഗമന കൂടാരത്തിലെ അതിൻ്റെ ഗാർഡിയനായിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, ദേ ആർ ഗാർഡിയൻ. അവരെയായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കെരൂബുകളെയാണ് ജീവന്റെ വൃക്ഷം കാക്കാനായിട്ട് നിർത്തിയിരുന്നത്. ഈ കെരൂബുകളെ കുറിച്ചുള്ള റെഫറൻസസ് പല സ്ഥലങ്ങളിലുണ്ട്, പല രീതിയിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കമായി 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ. ആദ്യം പറഞ്ഞ ഗാർഡൻ ഓഫ് ഈഡനിൽ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിൽ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയായി നിർത്തി. ഫ്ലെയിമിംഗ് സോഡ് എന്നുള്ളൊരു വേർഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഫ്ലെയിമിംഗ് സോഡ്, ഇത് ഉൽപ്പത്തി പുസ്തകം 3-ന്റെ 23-ാം വാക്യമാണ് വായിച്ചത്. ഫ്ലെയിമിംഗ് സോഡായിട്ട് ഗാർഡൻ ഓഫ് ഈഡനിലെ അതിനെ നിർത്തി, കെരൂബുകളെ നിർത്തിയെന്ന് പറയുന്നു. പുറപ്പാട് പുസ്തകം 25-18 പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അടിപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്ററ്റത്തും. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവരായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. ഇവിടെ കെരൂബുകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് കാണുന്ന ആർക്ക് ഓഫ് കവനന്റിനകത്ത് ചെയ്യുന്ന കാര്യമാണ്. അവർ ദൈവത്തിൻ്റെ ഈ ത്രോൺ ഉണ്ടല്ലോ, ത്രോണിൻ്റെ ചുറ്റും അവരിങ്ങനെ കൂടി നിൽക്കുന്ന ഒരു കാര്യമാണ് ബൈബിളിൽ പറയുന്നത്. ആരാണ്? കെരൂബുകൾ. ഒരു ധാരാളം നമ്പറുണ്ട് അവർക്ക്, നമുക്ക് എണ്ണാനായിട്ട് പറ്റുകയില്ല. എസെക്കിയേലിൻ്റെ പുസ്തകം പറയുന്നത് ലൂസിഫർ ഒരു കെരൂബായിരുന്നു എന്നാണ്. ലൂസിഫർ ഒരു കെരൂബായിരുന്നു. അവനെക്കുറിച്ച് പറയുന്ന ദ അനോയിൻറ്റഡ് കെരൂബ്, അഭിഷേകമുള്ള കെരൂബായിരുന്നു. അവൻ ആരാധനയിൽ ഇൻവോൾവ് ആയിരുന്നല്ലോ. അതുകൊണ്ട് അവർക്ക് കൂടുതൽ അറിവുണ്ടായിരുന്നു. കെരൂബുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ അറിവുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിജ്ഞാനം അവരിലുണ്ടായിരുന്നു. ഈ പരിജ്ഞാനമാണ് ഈ ലൂസിഫറിനെ പ്രൈഡിലേക്ക്, അഹങ്കാരത്തിലേക്ക് നടത്തിയത്.
അതുകൊണ്ട് ഇവർ യുദ്ധത്തിനൊന്നും പോകത്തില്ല. അവർ ഈ വർഷിപ്പ് ചെയ്യുന്ന ടീമിനോട് ചുറ്റും, നേരത്തെ പറഞ്ഞു സാറാഫിന് ചുറ്റും അവരും കാണും, കെരൂബുകളും കാണും. അവരുടെ ദൈവത്തിൻ്റെ പരിജ്ഞാനം, എവരാണ് ഈ ദൈവത്തിൻ്റെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിജ്ഞാനം എവരിലേക്ക് വന്ന ആ ഗ്രേറ്റ് നോളജ് അവർക്ക് വന്നിട്ട് എവരാണ് അടുത്ത ഈ ഇതുപോലെ ത്രോൺസ് ഉണ്ട്, സിംഹാസനമുണ്ട്, അവരും നോളജബിളാണ്. ഇവരെല്ലാം തന്നെ ഇവർ രണ്ടുപേരും കൂടിയാണ് അടുത്ത ഹൈറാർക്കിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോഴേ നമ്മളിന്ന് പ്രധാനമായിട്ട് ഈ ഹൈറാർക്കിയെക്കുറിച്ച്, ഈ അധികാര ശ്രേണിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ അധികാര ശ്രേണിയിലെ ആകെ പറഞ്ഞ 2 പേരുടെ കാര്യമാണ് പറഞ്ഞത്. ആദ്യത്തെ ആ സർക്കിൾ നിങ്ങൾ ഓർക്കുന്നില്ല, സർക്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ട്. അതിനകത്തുള്ള രണ്ട് പാർട്ടാണ്, രണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞ 3 ഗ്രൂപ്പ് അതിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പിനകത്തുള്ള സറാഫിനെ കുറിച്ചും കെരൂബിനെ കുറിച്ചും മാത്രം പറഞ്ഞ് അവർ വർഷിപ്പ് ചെയ്യുന്നതാണ്. അതിന് സറാഫ് ആദ്യം അടുത്ത് നിൽക്കുന്നു, കെരൂബ് രണ്ടാമത് നിൽക്കുന്നു. കെരൂബിന് നോളജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിനകത്തുള്ള ഗ്രൂപ്പിലുള്ള വേറൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. അത് നമുക്ക് ഇനി സംസാരിക്കാം. ഇതിൻ്റെ റെഫറൻസസ് ഞാൻ പറഞ്ഞു. ഇതെന്തിനാണ് ഇതെല്ലാം പറയുന്നത് ചോദിച്ചാൽ, നമ്മളിതെല്ലാം അറിയണം. യു ഹാവ് ടു നോ വാട്ട് ആർ ദ തിങ്സ്. ഇത് ബൈബിളിൽ ഇതിങ്ങനെ എങ്ങും എഴുതി വെച്ചിട്ടൊന്നുമില്ല പലയിടത്തും. ഇതൊക്കെ ഓരോ ദൈവദാസന്മാർ പണ്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. ചർച്ചിലുള്ള ഹിസ്റ്ററികൾ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന് റെഫറൻസ് എന്താ, ഇതെവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർക്ക് നോളജ് ഉണ്ട്, കെരൂബിന് എന്താ നോളജ് ഉള്ളത്, അല്ലെങ്കിൽ ഇത് നമ്മൾ വർഷിപ്പ് ചെയ്തൊക്കെ കണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മളിത് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നത്. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ദൂതന്മാരെക്കുറിച്ച് പഠിക്കുമ്പോഴേ കൂടുതലായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ തരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൂതന്മാരുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായി വരുവാൻ കർത്താവ് സഹായിക്കണം. ദർശനങ്ങൾ കൂടി സ്വപ്നങ്ങൾ കൂടിയൊക്കെ ദൂതന്മാരെ കാണുവാനും, അതുപോലെ തന്നെ ഞങ്ങൾ കർത്താവെ ആത്മമണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൂതന്മാരും അവരുടെ ശുശ്രൂഷയും കാണുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ കർത്താവെ, ഞങ്ങളുടെ പർപ്പസ് ഞങ്ങൾ പ്രവേശിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണല്ലോ ദൂതന്മാർ ഞങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നത്. പ്രത്യേകിച്ചും കർത്താവെ, പല പ്രയാസഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴേ ദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുകയും ദൂതന്മാരുടെ ഡെക്കറേഷൻ ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങൾ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണം. തുടർമാനമായി ഇത് ഞങ്ങൾ വാച്ച് ചെയ്ത് കർത്താവ് ഈ സീരീസ് ദൂതന്മാരുടെ മിസ്റ്ററി, മർമ്മങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോഴേ ദൂതന്മാരുടെ ശുശ്രൂഷയിൽ ഞങ്ങളെ നിറയുന്നവരായിരിക്കാൻ കർത്താവെ സഹായിക്കണം. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തുടർമാനമായി കാണണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ഞാൻ ചില കമൻറ്റുകളൊക്കെ ഇടാനായിട്ട് പറഞ്ഞു. നിങ്ങളുടെ കമൻറ്റ്സ് അതിനകത്ത് ഇടുക. നിങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അറിയിക്കാവുന്നതാണ്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.